കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭരണത്തെ വിശകലനം ചെയ്ത് കേരള സ്റ്റോറി പുറത്തിറക്കി. ഒരു വഞ്ചനയുടെ കഥ എന്ന പേരിൽ ദില്ലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പബ്ലിക് പോളിസി റിസർച്ച് സെന്ററാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. കേരളം ഗുരുതര പ്രതിസന്ധിയിലാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്, സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി, പബ്ലിക് പോളിസി റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ സുമീത് ഭാസിൻ എന്നിവർ ചേർന്നാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. വിവിധ മേഖലകളിൽ കേരളം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് PPRC അവലോകനം നടത്തി. അപര്യാപ്തമായ ബജറ്റ് വിഹിതവും വർദ്ധിച്ചുവരുന്ന ധനക്കമ്മിയും പൊതുകടവും കേരളത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. രാഷ്ട്രീയ അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്തെ ഭരണപരാജയത്തിന്റെയും ക്രമസമാധാന നില തകർന്നതിന്റെയും തെളിവാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയും വെല്ലുവിളികൾ നേരിടുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയിലെ സാമ്പത്തിക ഞെരുക്കവും സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമവും ആരോഗ്യരംഗത്തെ കേന്ദ്ര പദ്ധതികളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തതുകൊണ്ടാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അശാസ്ത്രീയമായ കൃഷിരീതികൾ, വർദ്ധിച്ച കീടനാശിനി ഉപയോഗം തുടങ്ങി കാർഷിക മേഖലയും വലിയ പ്രതിബന്ധങ്ങളെ നേരിടുകയാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സംരംഭങ്ങൾ സംസ്ഥാനത്തിന് നിർണായക പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നത്. നിലവിലെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക രംഗം കൂടുതൽ ഭീകരമായി കാണുന്നെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം.